ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ 4 പേരുണ്ട് ഇവിടെ. 4 പേരിലൊരാളുടെ ബർത്ത്ഡേ ആണ്. ആരുടെ ബർത്ത്ഡേ എന്ന് അറിയാമോ? എൻ്റെ യെസ്, അമ്പാടിയുടെ ബർത്ത്ഡേ ആണ്. അമ്പാടിയുടെ ബർത്ത്ഡേ കുഞ്ഞ് സെലിബ്രേഷൻ, അതാണ് ഇന്നത്തെ വീഡിയോ. സെലിബ്രേഷൻ ആയിട്ടില്ല, കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. വലിയതല്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രം. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കേക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് കേക്കിൽ പ്രത്യേകത? ഞാനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ചിക്കുവാണ് കേക്ക് ഉണ്ടാക്കിയത്. ചിക്കു ഇന്നലെ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുവഴി കണ്ടിട്ട് വരൂ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആവശ്യമായിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്യുന്ന ചിക്കു ആണെന്ന് പറഞ്ഞു. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മാവിലോട്ട് ആ ഒരു ബാറ്റർ ആഡ് ചെയ്തു. അതാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പഞ്ച് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഈ ബേക്കിംഗ് ട്രേയിലോട്ട് ബാറ്ററൊക്കെ ഒഴിച്ച് അവനിലൊക്കെ വെച്ച് ഞങ്ങൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കുൻ്റെ കേക്കിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കേക്ക് ഭയങ്കര സോഫ്റ്റ്, അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ് ചിക്കുൻ്റെ കേക്ക്. ആൻഡ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഇവിടെ ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മളിനി വാനില സ്പഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് നാളെ 2 കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വാഞ്ചോ കേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് വെച്ചാൽ പണി എളുപ്പമാവുമല്ലോ. ആൻഡ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കും കിട്ടും. വാഞ്ചോ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഫ്ലേവർ കൂടെയാണ്. ഇവിടെ ചിക്കു ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്പഞ്ചിനെ 3ആയിട്ട് കട്ട് ചെയ്യും, എന്നിട്ട് അതിനകത്തോട്ട് ക്രം കോട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ആ കട്ടിങ് ഈസി ആൻഡ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ത്രെഡ് യൂസ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കാണാനായിട്ട് നമുക്ക് പറ്റും. സത്യം പറഞ്ഞാൽ ബീറ്റ് ചെയ്ത ക്രീം കാണാൻ ഭയങ്കര ഭംഗിയാണ്. ലാസ്റ്റ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണാൻ നല്ല രസമാണ്. അതിനുശേഷം ഇനി ക്രം കോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം അതിനിടയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊരു 3 to 4 hours പണിയാണ്. നമ്മൾ പയ്യെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർത്തമാനം പറയും, അങ്ങനെയൊക്കെ സമയം അങ്ങ് പോകും. പിന്നെ ഇവിടെ ക്രം കോട്ടിങ് നടക്കുകയാണ്. ആദ്യം തന്നെ ചിക്കു എനിക്ക് ഉള്ള വാഞ്ചോ കേക്കാണ് ഉണ്ടാക്കി മാറ്റുകയാണ്. അപ്പം അതിൻ്റെ വാഞ്ചോ നമ്മൾ ബേസിക് ഡിസൈൻ തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈറ്റ് ഗനാഷ് ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് നല്ലൊരു ബേസിക് ഡിസൈനാണ് ചിക്കു ഇവിടെ ചെയ്യുന്നത്. നല്ല ഡിസൈനാണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. കാരണം നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ഔട്ട്പുട്ടാണ് മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് വലിയ റോളൊന്നും ഇല്ല, ഫുൾ കാര്യങ്ങളും ചെയ്യുന്ന ചിക്കു തന്നെയാണ്. ബട്ട് എന്നാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ കേക്ക് പാക്ക് ചെയ്തങ്ങ് എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരികയാണ്. കാരണം ചിക്കുൻ്റെ അവിടെ ഫ്രിഡ്ജിൽ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പാക്കിംഗ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ചിക്കു പാക്ക് ചെയ്ത് ശരിയാവാത്തതുകൊണ്ട് അച്ഛൻ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അച്ഛൻ ഭയങ്കര സപ്പോർട്ടീവാണ് ഈ ഒരു കാര്യത്തിന്. മൊട്ടത്തിൽ മാത്രമേ കാണുന്നത്. ഹായ് പറ, ഹായ് പറ ഡൂഡ്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് കേക്കാണ്. സെക്കൻഡ് കേക്കിൻ്റെ ഡിസൈൻ ഒത്തിരി സ്പെഷ്യലാണ്. കാരണം അമ്പാടിക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട്. യെസ്, ഇതാണ് നമ്മുടെ ഡിസൈൻ. ഭയങ്കര അട്രാക്റ്റീവ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ ചിക്കു 2 കേക്കാണ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് നമ്മുടെ അമ്മാമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. സെക്കൻഡ് വൺ അമ്പാടിയുടെ ബർത്ത്ഡേ. അപ്പോൾ അമ്മാമ്മയ്ക്ക് ഭയങ്കര സർപ്രൈസായിട്ട് നമ്മൾ കേക്കൊക്കെ കൊണ്ടുപോയി കട്ട് ചെയ്തു. അത് കുറച്ചൊക്കെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാം. ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇവിടെ മലയിലെത്തിയിരിക്കുകയാണ് അമ്മാമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. നമ്മൾ വന്നിട്ടാണ് അമ്മാമ്മ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം വരെ അറിഞ്ഞത്. അപ്പം ഭയങ്കര സർപ്രൈസ് തന്നെയായിരുന്നു. ഇനി ഇവിടെ ചെറിയൊരു കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ അമ്മാമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു. ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ളവർ മാത്രം സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വന്നു.
അമ്പാടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഒരു ബിസി ഡേ ആയിരുന്നു. ഏകദേശം 1 hour ട്രാവൽ കഴിഞ്ഞ് ഞങ്ങളത് എത്തി. ഹായ്. അപ്പോൾ നമ്മൾ അമ്പാടിയുടെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അച്ഛൻ ഇപ്പോൾ വരും. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞ് സെലിബ്രേഷൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഞങ്ങളിവിടെ കുറച്ച് നേരം ഒന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിള്ളേരെയൊക്കെ കളിയാക്കി അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അവിടെ അച്ഛനൊക്കെ വേറെ ഡിസ്കഷനിലായിരുന്നു. ഞങ്ങളിവിടെ വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി അവസാനിച്ചു. സോ ഗൈസ്, ഞങ്ങളുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് സെലിബ്രേഷൻ ഒക്കെ ഇവിടെ കൊണ്ട് കഴിയാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.